ഹായ് ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഏട്ടൻ്റെ അനിയത്തിയുടെ വീട് കടുക്കാങ്കുന്നാണ്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ അവിടെ എത്തിയതും ഫ്രണ്ടിൽ നിറയെ കോഴികളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അകത്തൊക്കെ കയറി. പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ചേച്ചിയുടെ 2 കുട്ടികൾ, ഏട്ടനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ കുറച്ച് നേരം സംസാരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ പാറുവിന് ഭക്ഷണം കൊടുക്കുന്ന ടൈമിൽ നമ്മൾ കോഴിയൊക്കെ കാണിച്ച് കൊടുത്തു വരണം. അവൾ നന്നായി കഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ ഭക്ഷണം. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങി കേട്ടോ. പാറുവിനെയും കൊണ്ട് ആദ്യമായിട്ട് നമ്മൾ ഒന്ന് ഡാമിലേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഇറങ്ങിയതാണ്. നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ ഇറങ്ങുന്ന ടൈമിൽ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു തണുപ്പും എന്നാൽ ഒരു തണുത്ത കാറ്റൊക്കെ ആയിട്ട് കേട്ടോ. വെയിലും ഇല്ല. അപ്പോൾ നമുക്ക് പോകാനും നല്ലൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന ടൈമിൽ ഞാൻ പറഞ്ഞു തക്കുടൂൻ്റെ അടുത്ത് അമ്മ പഠിച്ച IT ഒക്കെ കാണിച്ചു തരാമെന്ന് കേട്ടോ. അപ്പോൾ അവൻ അത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അത് മന്തക്കാട് എത്തിയപ്പോൾ ഒരു പഴയ ഓർമ്മയൊക്കെ നമുക്ക് വന്നു കേട്ടോ എനിക്ക്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ടൈമിലൂടെ പലതവണ കടയിലൊക്കെ വരുന്ന ഒരു വഴിയായിരുന്നു അതൊക്കെ. ITA വുമൻസ് ITയും ജനറൽ IT ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വുമൻസ് ITയിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ടൈമിലുള്ള വഴികളും ആ ഓർമ്മയൊക്കെ നമുക്കൊന്ന് വീണ്ടും വന്നു കേട്ടോ. കുറേ ആയി നമ്മൾ ഈ വഴിയൊക്കെ വന്നിട്ട്. ഇത് ജനറൽ ITA. പിന്നെ നമ്മൾ എപ്പോഴും തൊഴുതാറുള്ള അമ്പലം, രാവിലെയും വൈകുന്നേരത്തൊക്കെ നമ്മൾ ബസ് കയറാനൊക്കെ നിൽക്കുന്ന സ്റ്റോപ്പ് ഒക്കെ കണ്ടപ്പോൾ ഒരു പഴയൊരു ഓർമ്മ വന്നു കേട്ടോ. ഇതാണ് ഞാൻ പഠിച്ച വുമൻസ് ITA. അപ്പോൾ തക്കുടൂന് കാണിച്ചു കൊടുത്തപ്പോൾ അവന് ഭയങ്കര ഇൻട്രസ്റ്റ്. അമ്മ പഠിച്ചത് ITA ഒക്കെ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് അച്ഛനൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളത് നേരെ വന്ന് നമ്മൾ ഫാൻറ്റസി പാർക്കിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് വന്നത്. ഫാൻറ്റസി പാർക്കിലൊന്നും കയറിയില്ല കേട്ടോ. നമ്മൾ നേരെ ഡാമിലേക്ക് തന്നെയാണ് വന്നത്. നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിയിൽ യാത്ര ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പാറുമൊക്കെ ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ മലമ്പുഴയിലെ മലയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നല്ല മലയൊക്കെ നല്ല തെളിഞ്ഞ് കാണുന്നുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ നിറയെ പോകുന്നുണ്ട് കേട്ടോ ബൈക്കിൽ. നമ്മൾ ഡാമിലേക്ക് തന്നെയാണ് അവരൊക്കെ പോകുന്നത് ഏകദേശം. റോഡ് സൈഡൊക്കെ നിറയെ വണ്ടിയും പാടങ്ങളും ഒക്കെ മലയും ഒക്കെ ആയിട്ട് കാണാൻ നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ അവിടെ നിന്ന്. മലമ്പുഴ ഡാമിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ വന്നിട്ട് നമ്മൾ കുറേ ആയിട്ടോ. ഞാൻ വന്നിട്ട് ഇപ്പോൾ തക്കുടൂനെയും കൊണ്ട് നമ്മൾ ഒരിക്കൽ വന്നിട്ടുണ്ട്, പിന്നെ വന്നിട്ടില്ല കേട്ടോ. ഒരു 2-3 വർഷമായിട്ടോ മലമ്പുഴ ഡാമിലേക്ക് വന്നിട്ട് തന്നെ. നമുക്കങ്ങനെ ടൈമൊന്നും കിട്ടാറില്ല വരാനും. പിന്നെ ഏട്ടൻ വരുന്ന ടൈമിലാണ് നമ്മൾ പോവാറുള്ളത്. അപ്പോൾ നമ്മളത് ഡാമിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടോ. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ടിൽ കേട്ടോ നല്ലോണം. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന ടൈമിൽ അവിടെ ഓട്ടോ ഡ്രൈവർമാരൊക്കെ എന്തോ എറിയുന്നുണ്ടായിരുന്നു കേട്ടോ മരത്തിൻ്റെ മുകളിലോട്ട്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് അവിടെ നിറയെ കുരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഡാമിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കുരങ്ങന്മാർ നിൽക്കുന്നത് കാണുന്നത് കേട്ടോ. നമ്മൾ ഇതുവരെ വരുന്ന ടൈമിലൊന്നും കുരങ്ങന്മാരെ കണ്ടിട്ടേ ഇല്ല ഡാമിൻ്റെ ഫ്രണ്ടിലൊന്നും. ഇതായിപ്പോൾ മരത്തിൻ്റെ മുകളിലൂടെയൊക്കെ ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ ടിക്കറ്റ് എടുക്കാൻ പോണ അവിടെയും ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ നിറയെ കുരങ്ങന്മാർ. അപ്പോൾ ഏട്ടൻ ടിക്കറ്റ് എടുക്കാൻ പോയ ടൈമിൽ ഞങ്ങൾ അതേ കുരങ്ങന്മാരെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഒരു 10-15 കുരങ്ങന്മാരുണ്ടായിരുന്നു അവിടെ. ചെറിയ കുട്ടികളെയൊക്കെ കയ്യിൽ വെച്ചിട്ട് ആ ഷീറ്റിൻ്റെ മുകളിൽ കൂടെ നന്നായിട്ട് ഓടുമായിരുന്നു കേട്ടോ കുരങ്ങന്മാർ. അപ്പോൾ പാറുവിനെ കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അവൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ കുരങ്ങന്മാരെയൊക്കെ കാണുന്നത്. അപ്പോൾ അവൾ കുറേ നേരം നോക്കിയിട്ട് ഇരുന്നു കേട്ടോ. പിന്നെ ഏട്ടൻ ടിക്കറ്റൊക്കെ എടുത്ത് വന്നു. നമ്മൾ ഫ്രണ്ടിലോട്ട് കയറി. ഫ്രണ്ടിൽ ആദ്യമേ ഒരു തോണിയൊക്കെ വെച്ചിരിക്കുന്നു കേട്ടോ. ഞങ്ങൾ അന്ന് വരുന്ന ടൈമിൽ തോണിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ തോണിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഏട്ടൻ നടക്കണ കണ്ടപ്പോൾ പാറുവും ഏട്ടൻ്റെ കൂടെ നടക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ ഇറങ്ങി കേട്ടോ. അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങി അങ്ങനെ സ്പീഡിൽ നടന്നു കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം പോയത് പാർക്കിലേക്കാണ്, കിഡ്സ് പാർക്കിലേക്ക്. അവിടെ തിരക്കുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ 2 പേരെയും ഊഞ്ഞാലിരുത്തിയിട്ടോ. പാറുവിന് ഊഞ്ഞാലിൽ ഭയങ്കര ഇഷ്ടമാണ് ഇരിക്കാൻ. അവൾ കുറേ നേരം ഇങ്ങനെ ആടിക്കൊണ്ടിരുന്നു. പിന്നെ തക്കുടൂന് വേറെ സ്ലൈഡിലൊക്കെ ഇരിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവന് അത്ര വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടെയൊക്കെ മഴ പെയ്ത് തന്നെ കുറച്ച് ചളി ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞ് സ്ലൈഡിൽ പോയി അവൻ ഇരുന്നു കേട്ടോ കുറച്ച് നേരം. പാറു ആണെങ്കിൽ ഇതിന്ന് ഊഞ്ഞാലിൽ നിന്ന് എണിക്കുന്നേ ഉണ്ടായിരുന്നില്ല. അവൾക്കത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവൾ അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഏട്ടൻ എടുത്തിട്ടൊന്നും വന്നില്ല. പിന്നെ കുറച്ച് നേരം അവർ അവിടെ ഇരുന്ന് ആടി. പിന്നെ നമ്മൾ സ്ലൈഡിൽ ഇരുത്തിയിട്ടോ. വലിയ സ്ലൈഡിൽ അവിടെ നിറയെ ചളിയുള്ളതായിരുന്നു, നമ്മളവിടെ ഇരുത്തിയില്ല.
പിന്നെ കോഴിയിൽ ഇരുത്തിയിട്ടോ തക്കുടുവിനെ കയറ്റാൻ എന്ന് വിചാരിച്ചതാണ്, പക്ഷെ അവന് ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ അവനെ വിട്ടു. അപ്പോൾ വേറെ ഒരു കുട്ടി വന്നിരുന്നതാണ് കേട്ടോ. പിന്നെ അവന് ചെറിയ സ്ലൈഡിൽ പോയി ഇരുന്നു. അപ്പോൾ പാറു ഇരിക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ പാറുവിന് നമ്മൾ ഇരുത്തിയിട്ട് അവളങ്ങനെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ അവൾക്ക് ഇരിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവളെ എടുത്തിട്ട് അപ്പുറത്തെ കിഡ്സിൻ്റെ പാർക്ക് തന്നെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്, രണ്ടെണ്ണം ഉണ്ട്, രണ്ട് ഭാഗത്തായിട്ടാണ്. അപ്പോൾ നമ്മൾ അപ്പുറത്തോട്ട് വന്നു കേട്ടോ. കുറച്ച് നേരം ബാക്കി എല്ലാത്തിലൊക്കെ കളിച്ചു അവൻ. പിന്നെ നമ്മൾ അവരെയും കൊണ്ട് ഇങ്ങോട്ട് തൊട്ടപ്പുറത്തെ പാർക്കിലേക്ക് വന്നു. ചെടിയിലൊക്കെ വന്നിട്ട് അവിടെയൊക്കെ നിന്നിട്ട് ഒരു ഫോട്ടോസ് എടുത്തു കേട്ടോ. ഇവിടെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. നമ്മൾ അപ്പുറത്ത് വന്നിട്ട് ഊഞ്ഞാലിലാണ് ഇരുന്നത്. ആദ്യമേ പാറുവിന് അതാണ് ഇഷ്ടം കേട്ടോ. ഞാൻ ഇരിക്കാൻ വേണ്ടി പോയതാണ്. പിന്നെ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു വേണ്ട, സെക്യൂരിറ്റി ചീത്ത പറയുന്നുണ്ട്, ഇരിക്കണ്ടാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇരുന്നില്ല. സെക്യൂരിറ്റി വലിയ മുതിർന്നവരൊക്കെ ഇരിക്കുമ്പോൾ വിസിലടിക്കുന്നുണ്ട് കേട്ടോ എണീക്കാൻ വേണ്ടിയിട്ട്. കിഡ്സ് ഓൺലി ആണ്, അതുകൊണ്ട് വേറെ മുതിർന്നവരൊന്നും ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. നമ്മളെല്ലാത്തിലും അവരെയൊക്കെ ഇരുത്തി കുറച്ച് നേരം അവിടെ പാർക്കിലൊക്കെ കളിച്ചിട്ടാണ് കേട്ടോ നമ്മൾ അകത്തോട്ട് വന്ന്. പിന്നെ അവിടെ ആദ്യമേ കണ്ടത് അരളിപ്പൂവിൻ്റെ മരം കേട്ടോ. എല്ലാത്തിലും നിറയെ അരളിപ്പൂ നന്നായി വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ, വൈറ്റ്. പിന്നെ താഴെ വൈറ്റ് റോസും റെഡ് റോസും വെച്ചിട്ടുണ്ട്. ഫ്ലവർ ഷോ വരാറായി എന്നാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് മാർച്ചിൽ ഫ്ലവർ ഷോ വരാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണെന്ന് പറഞ്ഞു. പിന്നെ പാറു ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ, അവളിങ്ങനെ ഫുൾ ഓട്ടമാണ്. അതുകൊണ്ട് തക്കുടുമാണ് കേട്ടോ അവൾ പിന്നാലെ ഓടുന്നത്. അവന് ഭയങ്കര പേടിയാണ്, അവൾ ഓടി പോവുമോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഞാൻ വാങ്ങിച്ച ഐസ്ക്രീം പാറുമാണ് കേട്ടോ കഴിക്കുന്നത്. പിന്നെ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു എണീറ്റു കേട്ടോ. ഡാമിൽ വെള്ളമൊന്നും അധികം ഇല്ല, അതുകൊണ്ട് ഷട്ടറൊന്നും തുറന്നിട്ടില്ല കേട്ടോ. ഷട്ടറൊന്നും തുറന്നിട്ടില്ല. പിന്നെ ഡാമിൻ്റെ താഴത്തെ വെള്ളമൊക്കെ നല്ല ബ്ലാക്ക് കളറായിരുന്നു കേട്ടോ. പിന്നെ നമ്മളത് തൂക്കുപാലത്തിൽ കൂടെയൊക്കെ നടന്ന് അപ്പുറത്തെത്തി. തൂക്കുപാലത്തിൽ നടന്ന ഒരു ആട്ടമൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളത് സ്പീഡിൽ അപ്പുറത്തെത്തി. കണ്ട താഴെ നല്ല ഗ്രീൻ കളറായിരുന്നു, പക്ഷേ ഇപ്പോഴത്തെ സൈഡ് നല്ല ബ്ലാക്ക് ആണ് കേട്ടോ വെള്ളത്തിൻ്റെ കളറ്. പിന്നെ നമ്മളത് അവിടെ എത്തി. മലമ്പുഴ യക്ഷയ്ക്ക് അപ്പുറത്തുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. നമ്മൾ കുറേ നേരം നടന്നതല്ലേ, അപ്പം നമ്മൾ അവിടെ ഒരു ചെറിയൊരു ഷെഡ് പോലെ ഒരു ഇതുണ്ട്, അവിടെ ഇങ്ങനെ ഇരുന്നു കുറച്ച് നേരം. പിന്നെ നമ്മൾ നേരെ പോയത് റോപ്പ് വേയിലേക്കാണ് കേട്ടോ. റോപ്പ് വേയിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇരിക്കണത് കേട്ടോ. അപ്പോൾ ഇതുവരെ മലമ്പുഴ വന്നിട്ട് നമ്മൾ അതിൽ ഇരുന്നിട്ടേ ഇല്ല, ആദ്യമായിട്ട്. നല്ല ക്യൂ ഉണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. എന്നാലും നമ്മൾ ക്യൂ നിന്നു കേട്ടോ. കാണുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു. 4 പേരും കൂടി ഒരുമിച്ച് ഇരിക്കാമെന്ന് പറഞ്ഞ് ടിക്കറ്റൊക്കെ എടുത്തിട്ട് അവസാനം 2 പേരായിട്ടാണ് കേട്ടോ നമ്മൾ ഇരുന്നത്. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. നമ്മൾ ഒറ്റയ്ക്കാണ് ഇരുന്നത്, ഞാനും പാറുവും. അപ്പോൾ ഏട്ടൻ ആദ്യം പറഞ്ഞു നീയും പാറും തക്കുടും കൂടി ഇരുന്നോ, ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. നമ്മൾ 4 പേരുടെ ഫാമിലി പാക്കാണ് എടുത്തത്, അതുകൊണ്ട് തന്നെ 3 ആളായിട്ട് ഇരിക്കാമെന്ന് പറ്റില്ല. അപ്പോൾ 2 പേരായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഞാനും പാറും കൂടിയിട്ടാണ് ഇരുന്നത്. ഏട്ടനും തക്കുടും കൂടി ഇരുന്ന് കയറിയപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഹൈറ്റിലൂടെ നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ സ്വപ്നം കാണാറുണ്ടല്ലോ ഇങ്ങനെ പറക്കണതൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഹൈറ്റിൽ കൂടെ ഒന്ന് പോകണം എന്നുണ്ട്, ഹൈറ്റിലായിട്ട് നമ്മളിങ്ങനെ ഒന്ന് കറങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ആഗ്രഹം സാധിച്ചു. പക്ഷേ ഒറ്റയ്ക്കായതുകൊണ്ട് കുറച്ച് ഒരു പേടി ഉണ്ടായിരുന്നു. ഞാൻ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഏട്ടനാണ് കേട്ടോ ഫോണും ബാഗൊക്കെ ഏട്ടൻ്റെ കയ്യിൽ കൊടുത്തു. ഞാനും പാറുവും മാത്രമായിരുന്നു ഒറ്റയ്ക്ക് ഇരുന്നത്, അതുകൊണ്ട് ഞാനിരുന്ന വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ഏട്ടൻ ലാസ്റ്റ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അക്വേറിയത്തിലേക്കാണ് കേട്ടോ, ഫിഷിൻ്റെ അക്വേറിയത്തിലേക്ക് നമ്മൾ വന്നത്. അപ്പോൾ വരുന്ന ടൈമിൽ നമ്മൾ ചോളമൊക്കെ വാങ്ങിച്ചു, അതൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ വന്നത്. നേരെ അക്വേറിയത്തിലേക്ക് പോയത്, അക്വേറിയത്തിലേക്ക്. അപ്പോൾ ഇതാ ഫ്രണ്ടിൽ ഒരു കുഞ്ഞ് 6 മാസം പ്രായമുള്ളൊരു കൊച്ചിനെയൊക്കെ പിടിച്ചിട്ട് ഒരു ചേച്ചി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അകത്ത് കയറിയതും ഫസ്റ്റ് ഇതാ ഒരു വൈറ്റ് ഫിഷാണ് കേട്ടോ കണ്ടത്. അതിൻ്റെ പേരെന്തോ ഷാർക്കാണ് തോന്നുന്നു. എല്ലാത്തിൻ്റെയും ഫിഷിൻ്റെ പേരൊക്കെ താഴെ എഴുതിയിട്ടുണ്ട് കേട്ടോ. പാറു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടോ ഫിഷിനെയൊക്കെ കണ്ടപ്പോൾ. അവൾ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു അക്വേറിയത്തിലേക്ക് വരുന്നത്, അപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര സൗണ്ടൊക്കെ ഇടലായിരുന്നു കേട്ടോ.
തക്കുടുവിന് ഇവിടെ വന്നപ്പോഴാണ് ഫിഷിനെ കണ്ടപ്പോഴാണ് അവന് ഒന്ന് ഹാപ്പി ചെയ്തിട്ടോ. അവിടേക്ക് പോയപ്പോൾ അവന് കുറച്ച് മടിയൊക്കെ ആയിരുന്നു, അത്ര ഉഴപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോഴാണ് രണ്ടുപേരും നല്ല ഹാപ്പി ചെയ്തിട്ടോ. അപ്പോൾ നമ്മളെല്ലാവിടെയും കറങ്ങി കാണിച്ചു കൊടുത്തു. തക്കുട് ഓടി ഓടി നടക്കുകയായിരുന്നു കേട്ടോ. ഫിഷിനെയൊക്കെ കാണിച്ച് അമ്മ അമ്മ അതാ ഫിഷ് എന്നൊക്കെ പറഞ്ഞിട്ട് നിലവിളിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. പിന്നെ പാറു അതുപോലെ തന്നെ. ഇപ്പം നമ്മളെല്ലാവിടെയും കാണിച്ച്, കുട്ടികളെല്ലാവിടെയും കാണിച്ച് നമ്മൾ പിന്നെ വേഗം വന്നു കേട്ടോ, വീട്ടിലോട്ട് വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മലമ്പുഴ ട്രിപ്പ് കേട്ടോ, ഇന്നത്തെ വീഡിയോ.